എനിക്ക് സോഷ്യൽ മീഡിയ കാണുമ്പോൾ കുറച്ച് സങ്കടമായിട്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ചെയ്യണോ അങ്ങനെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് തിങ്സൊക്കെ മേടിച്ചിട്ട് ബൈക്ക് ഓടിച്ചിട്ട് വന്നത്. ഒരു വശത്ത് രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ മറുവശത്ത് ദുരിതബാധിതരായ, ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ നാടിൻ്റെ പല കോണിൽ നിന്ന് ഓടിയെത്തുന്നവരെ കാണാം. നമ്മൾ ഒറ്റവാക്കിൽ കേരളം അവരെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോഴും കേരളത്തിനപ്പുറത്ത് നിന്ന് മനുഷ്യത്വമുള്ള കുറേ ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. കൽപ്പറ്റയിൽ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ് അവിചാരിതമായി ശ്രീരാം എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥിയെ കണ്ടത്. ശ്രീരാം തമിഴ്നാട്ടുകാരനാണ്. ശ്രീരാം, എന്താണ് ഇങ്ങോട്ട് വന്നത്? എങ്ങനെയാണ് വന്നത്? ഞാൻ ഇന്നലെ ബൈക്ക് ഓടിച്ചിട്ട് വന്നത് ഫ്രം വാൽപ്പാറ. ഇന്നലെ ഒരു 11 മണി, നൈറ്റ് ഒരു 11 മണിക്ക് ഇവിടെ എത്തിയിട്ട് എൻ്റെ ഫ്ലഡ് റിലീഫ് തിങ്സൊക്കെ ഞാൻ അവിടെ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ അവിടെ നൈറ്റ് കിടന്നുറങ്ങിയിട്ട് മോർണിംഗ് ഇപ്പോൾ തിരിച്ചു പോവുകയാണ് കോയമ്പത്തൂർക്ക്. എന്താ ഒറ്റയ്ക്ക് വരാൻ കാരണം? ഒറ്റയ്ക്ക് വരാൻ കാരണം എനിക്ക് സോഷ്യൽ മീഡിയ കാണുമ്പോൾ കുറച്ച് സങ്കടമായിട്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ചെയ്യണോ അങ്ങനെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് തിങ്സൊക്കെ മേടിച്ചിട്ട് ബൈക്ക് ഓടിച്ചിട്ട് വന്നത്. കയ്യിലുള്ള 10,000, 5,000, 6,000 രൂപയാണ് ആകെ ഉണ്ടായിരുന്നത്. അതെടുത്ത് കുറേ ഡ്രസ്സ് വാങ്ങിച്ചു, ഇന്നർ വെയറുകൾ വാങ്ങിച്ചു അല്ലേ? എന്നിട്ട് ബാഗിലാക്കി. രാത്രി ഒറ്റയ്ക്ക് ഇവിടെ ഈ വയനാടാണ്, വലിയ മഴയുണ്ട്, പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പേടിയൊക്കെ തോന്നിയിരുന്നോ? ഇല്ല, എനിക്ക് അതൊന്നും തോന്നില്ല. അവിടെ അവന്മാരനെ കാണുമ്പോൾ നമുക്ക് സങ്കടമായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ എത്തണോ, എൻ്റെ കോൺട്രിബ്യൂഷൻ ഏതെങ്കിലും ഒന്ന് കൊടുക്കണോ, അങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഇനി പോയാൽ കൂട്ടുകാരെയും കൊണ്ടുവരുമോ? കൺഫേമായിട്ട് കൊണ്ടുവരും. ഇനി കുറച്ച് അവയർനെസ് ഒക്കെ ഉണ്ടാക്കി ഇനിയും കുറച്ച് തിങ്സൊക്കെ മേടിച്ചിട്ട് ഞാൻ വരും. കൺഫേമായിട്ട് വരും. അതാണ്, ഇനിയും ഞാൻ വരും. ഞാൻ ഒറ്റക്കായിരിക്കില്ല, ഞങ്ങളുടെ കൂട്ടുകാരെ കൂടി കൂട്ടിയായിരിക്കും എന്നുള്ളത്. അപ്പം ഈ പറയുന്ന സഹായ കരങ്ങൾ, സഹായ ഹസ്തങ്ങൾ നീളുന്നത് കേരളത്തിൻ്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്കും സാഹസികമായി രാവായാലും പകലായാലും ബൈക്കെടുത്താണെങ്കിലും കയ്യിൽ കിട്ടുന്ന വാഹനമായാലും കയ്യിൽ കിട്ടുന്ന എന്തായാലും എടുത്ത് വയനാട്ടിലെ ആളുകളെ സഹായിക്കാനെത്തുന്ന നല്ല മനസ്സുകളെ കൂടി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. കൽപ്പറ്റയിൽ നിന്ന് ലയേഷ് കാഞ്ഞികാവിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ.